അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്ന് സൂപ്പർ റൈഡ് പോയിട്ട് എവിടെ പോകണം നമ്മള്? എവിടെ പോകണം? കോട്ടൂരാണ് പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് 57 കിലോമീറ്റർ ദൂരം. 57 40 മാപ്പിൽ നോക്കി 40 തോന്നി. അപ്പൊ ഇതൊക്കെ എന്റെ പഴയ കൂട്ടുകാരന്മാരാണ്. ഇതെന്റെ ചേട്ടൻ അറിയാലോ, സുമേഷ്. ഇതൊക്കെ ഈ പുള്ളിയുടെ പേര് ജോയ്രാജ്, ഈ പുള്ളിയുടെ പേര് വിപിൻ. അപ്പൊ നമ്മൾ LKG തൊട്ട് 4ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി എല്ലാവരും പല വഴിക്കായി. അതിനുശേഷം ടച്ചൊന്നും ഇല്ല, ഒരു കമ്പനിയില്ല, ഒരു കോൺടാക്റ്റും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അത് ആ സമയത്ത് വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. എല്ലാം ഹായ് ഗുഡ് മോർണിംഗ് അത്ര തന്നെ. പിന്നെ അത് ഒരു വർഷം അങ്ങനെ പോയി. പിന്നെ ഈ ഇടയ്ക്ക് ജോയ്രാജ് തിരിച്ച് ആടായി ഗ്രൂപ്പിനകത്ത്, ലെഫ്റ്റ് ആയിട്ട് പിന്നെ ആടായി. അതിനുശേഷം ജോയ്രാജ് ഭയങ്കര അല്ലെ, ജോയ്രാജ് തഗ്ഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയും ബഹളമായി ഗ്രൂപ്പിന്റെ അല്ലേ. ഭയങ്കര തഗ്ഗാണ് ചെറുക്കാൻ. അപ്പൊ സുമേഷ് പറഞ്ഞു ട്രിപ്പ് പോകാന്ന് പറഞ്ഞ് കുറെ ദിവസം ആയാലും കണ്ടെല്ലാരും. അതുകൊണ്ട് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത്. അപ്പം സാർ നമ്മൾ കൂട്ടുകാരന്മാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാൻ മാത്രമേ ചെയ്യുള്ളൂ, ട്രിപ്പ് പോകില്ല. പക്ഷെ നമ്മൾ ട്രിപ്പ് പോയി കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് എല്ലാവർക്കും അല്ലേ. മെയിനായിട്ട് പോകാനുള്ള മെയിൻ കാര്യം മെയിനായിട്ട് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒന്നിച്ച് എവിടെയെങ്കിലും പോകണം, അത്ര തന്നെ. എല്ലാവരും കുറെ ദിവസങ്ങളായി. നീ ഫ്രണ്ട്സൊക്കെ കൊണ്ട് സത്യം പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ഷാനു വിളിച്ചോണ്ട് പോകണം, ഇത്രേ ഉള്ളൂ. പിന്നെ സുമേഷും എന്റെ ചേട്ടനാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. സുമേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. സുമേഷ് എന്നിട്ട് അത് വേറെ ഒന്നുമില്ല, ആദ്യം LKG പോയ സമയത്ത് അത് കുറച്ച് എന്താ പറയാ പഠിത്തത്തിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, ഇപ്പൊ എന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് ആയിരിക്കുമല്ലോ. ഇപ്പൊ ചേട്ടനാണെങ്കിൽ ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് ആയിരിക്കും പറഞ്ഞാണ് ടീച്ചർ ഇരുത്തിയത് LKG. അല്ലാതെ തോറ്റൊന്നുമില്ല. UKG. ഇപ്പൊ UKG തൊട്ട് ഞാൻ ചേട്ടൻ ഒന്നാ പഠിച്ച് അന്ന് എല്ലാവരും കൂടെ സെറ്റായി ടീമായി മുട്ടൻ കൂട്ടുകാരന്മാരാണ് ഇന്ന് വരെ. സത്യം പറയല്ലോ, അത് പ്ലാൻ ചെയ്തപ്പോൾ 10 പേര് വരാൻ പറഞ്ഞാണ്. അതിൽ എല്ലാവരും പോയി. കിരൺ പോയി, സനു പോയി, പിന്നെ അരുണ്. ഇതാണ് കുഴപ്പം. കുഴപ്പമില്ല, ഓരോ ജോലി ഇത്തരം കാര്യങ്ങൾ എന്ത് പറഞ്ഞ കാര്യമില്ല. എന്തായാലും നമ്മൾ ഇത്രയും ഇറങ്ങിയല്ലോ. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടല്ലോ, ഇത് നമ്മൾ ലോകം മൊത്തം അറിയിക്കണം. ജോയ്രാജ് ആരെന്നുള്ള കാര്യം ലോകം മൊത്തം അറിയിക്കണം. ജോയ്രാജ് ഭയങ്കര തగ్గടിയാണ്. തగ్గടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല. അപ്പൊ ഇവനാണ് മെയിൻ കണ്ടന്റ് കേട്ടല്ലോ. മാക്സിമം നിന്നെ വെച്ച് റീച്ച് പിടിക്കണം. ഇപ്പൊ പാപോലിരിക്കാണ്. ഇപ്പൊ നോക്കിക്കോ, വണ്ടിയിൽ കയറട്ടെ. വീട്ടിലായോണ്ട് വീട്ടിൽ ബാക്കിൽ അമ്മ നിൽക്കല്ലേ, അമ്മയുടെ മുമ്പിൽ നല്ല പനാവായാണ്. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, ഇപ്പൊ കാണിച്ചു തരാനുള്ള അതാ. ഇപ്പൊ പോകുന്ന വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഈ മാസം ഫസ്റ്റ് ട്രാവലൊക്കെ ചെയ്യാൻ പോയാണ് നമ്മള്. കോട്ടൂരാണ് പോകുന്നത്. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? 42 കിലോമീറ്റർ. കറക്റ്റായിട്ട് ശരി. എത്ര കിലോമീറ്റർ ആവട്ടെ? ശരി, 40 കിലോമീറ്റർ നമ്മൾ ദൂരം ഉണ്ട്, കുഴപ്പമില്ല. അത്രയും ആവട്ടെ. നമുക്ക് എവിടെയെങ്കിലും പോകണം, അത്ര തന്നെ. കുളിക്കാൻ പറ്റുമോ? പോയാ വലിയൊരു കിണറുണ്ട്, അതിനകത്ത് കപ്പും കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളോട് സംസാരിക്കും കുറച്ചേരത്തേക്ക്, അത്ര തന്നെ. ഓക്കെ, അപ്പൊ പോന്നാ. വേറെ ഒന്നും പറയാനില്ലോ. ഇപ്പൊ ഡയലോഗ് പറയാം. എന്ത് കഷ്ടപ്പെടാൻ ഒന്നും സൂപ്പറായി മാസമായി. എന്ത് കഷ്ടപ്പെടാൻ ലാസ്റ്റ് പറഞ്ഞ ലൈഫ് അടിച്ചു പൊളിക്കണം, അത് മാത്രം പറഞ്ഞാൽ. ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞു. അതെ, ലൈഫ് അടിച്ചു പൊളിക്കണം. ഇങ്ങനെ ഇങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കണം. അപ്പോ പോന്നാ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. സൗണ്ടേ ഇല്ല, പോരാ. ലൈഫ് അടിച്ചു പൊളിക്കണം. ഒന്നിച്ച് പറ, ലൈഫ് അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിക്കണം. ഇപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിക്കണം. പറ. അങ്ങനെ കൂട്ടുകാരന്മായിട്ട് ട്രിപ്പ് പോയ ഫസ്റ്റ് ടൈം. ഇതൊക്കെ നടക്കും, സത്യം പ്രതീക്ഷയില്ല അല്ലേ? ഇതൊക്കെ നടക്കുന്ന പ്രതീക്ഷയില്ല. നമ്മൾ മാക്സിമം മഴ ഉണ്ടെങ്കിൽ ഒന്നും ഇറട്ടാ, നല്ല മഴയാണെങ്കിൽ ഒന്നും ഇറങ്ങണ്ട, കുളിക്കാൻ ഇറങ്ങണം. അപ്പോൾ എല്ലാ അടുത്തോണ്ട് മിസ്സായിട്ടില്ല അല്ലേ? അപ്പം നിൽക്കാനും തോർത്ത് മാത്രം മതി, വേറെ ഒന്നും വേണ്ടല്ലോ. ഇതാണ് കാറല്ലേ? ഇതാണ് കാറ്, മാരുതി ബ്രീസ. ഡ്രൈവർ ഞാൻ ഫ്രണ്ട് കയറടാ, ഞാൻ ഫ്രണ്ട് കയറാം. എനിക്ക് വ്യൂ ഫ്രണ്ട് കാണിക്കണം. ജോയ്, സ്പീഡ് കുറച്ച് പോയാൽ മതി. ഒരു 150 പോയാൽ മതി കേട്ടാ. അതെ, സ്പീഡ് കുറച്ച് 150 പോയാൽ മതി കേട്ടാ. സീറ്റ് ബെൽറ്റ് ഇടണം. ശരിയാണ്, ബാഗ് ഓക്കെ. അപ്പോൾ ലോക്ക് ഓട്ടോമാറ്റിക് അല്ല കാര്യങ്ങളൊക്കെ? ഓട്ടോമാറ്റിക്.
അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ജോയ്രാജ് ഡബിൾ മിനി ആക്കും. അതാണ് ജോയ്രാജ് ടാലന്റ്. അതായത് തഗ്ഗില് PG പഠിച്ച ആളാണ് നമ്മളെ ജോയ്രാജ് അല്ലടാ. ശരി പോവാ, മറ്റേ പാട്ട് പോയി വിയർപ്പിൽ നനഞ്ഞ കുപ്പായം. അത് പാട്ടിച്ചാ മതി. പാട്ട് മറ്റേ പാട്ടല്ലേ, മൂത്തോന്റെ ഇളയന്റെ ആ പാട്ടല്ലേ. എടാ അപ്പൊ എങ്ങനെയാ, എവിടെ പോയി സാധനം വാങ്ങിയത്? ബീറ, ബ്രാൻഡിയാ, റമ്മ? മദ്യം ഉപയോഗിക്കൂല, മദ്യം നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഇന്ന് വെള്ളം അടിയൊന്നും ഇല്ല, നമ്മൾ അല്ലെങ്കിൽ വെള്ളം അടിക്കൂല ആരും. ഞങ്ങൾ അങ്ങനെ ടൈപ്പാണ്. നമ്മൾ ആരും ഇതുവരെ എന്താണോ കണ്ടില്ല ആരും അല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കൂല, പക്ഷെ കുടിക്കും. ജോരാജ് ആ മണം പോലും ഇഷ്ടമല്ല. ജോരാജന് ആ വാക്ക് പറയണ പോലും ഇഷ്ടമല്ല. എടാ ജോരാജ് കുപ്പിയെ ഇഷ്ടമല്ല. ജോരാജിന് കുപ്പി കണ്ടു കഴിഞ്ഞാൽ അലർജിയാണ്, ഓടിക്കളായി നിൽക്കൂല. അല്ല ജോരാജിന്റെ വാക്കി എന്തൊക്കെയാ പറഞ്ഞത്, വെളി പറഞ്ഞില്ല, അത് വെളി വരുത്തണം നമ്മൾ, അതിനാണ് ഇത്രയും പറയണത്. അപ്പൊ ആ പാട്ട് പാടാം. വിയർപ്പിൽ നനഞ്ഞ കുപ്പായം, അതിൽ കറകിൽ നിറങ്ങൾ മങ്ങില്ല കട്ടായം. അപ്പൊ നമ്മൾ നേരെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ തിരുമല പോകുന്നു. അവിടെ നിന്ന് തിരുമല കുണ്ടാങ്കടവ് പാലത്തിനോട് പോയി ഷാനു വിളിക്കാൻ പോകുന്നു. ഷാനു വിളിച്ചിട്ട് പക്ഷെ അവിടെ നിന്ന് നമ്മൾ നേരെ കോട്ടൂര് പോകുന്നു. പാട്ട് മാത്രമേ താല്പര്യമുള്ളൂ. പാട്ടത് അഴുക്ക പാട്ടാ, ലിറിക്സ് കേട്ടില്ലേ? പാലത്തിൽ ഇപ്പൊ നമ്മള് ഫുഡ് എങ്ങനെ വാങ്ങിയാ നമ്മള് പറ? ബിരിയാണി വാങ്ങിച്ചിട്ട് പോണോ? അതാ ഇപ്പൊ പോണെന്ന് വെച്ചാൽ നേരെ മാൻ പാർക്കിൽ പോകും. മാൻ പാർക്ക് ആ പാർക്കിൽ കയറി കഴിഞ്ഞാൽ ഉടനെ കുളിക്കാൻ പോകും. കുളിച്ച് കയറി ഫുഡ് കഴിക്കണം. എന്ന് വെച്ചാൽ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല അത് സംഭവം വണ്ടി തട്ടിയതാ? തട്ടിയെന്നൊരു ആംബുലൻസ് പറഞ്ഞതാ. ഒരു മരണം കിരണ ഫോൺ എടുക്കണം. കിരണൊരു പയ്യുണ്ട്, നല്ല ചെറുക്കൻ, നല്ല ഒരു മാന്യനാണ് അവൻ അല്ലേ? പറഞ്ഞ വാക്ക് കറക്റ്റ് പാലിക്കുന്ന ഒരു ആളാണ്. അതെ, നമ്മുടെ കൂട്ടത്തിൽ ഒരേ ഒരു നല്ല വ്യക്തിയുള്ളൂ, അവൻ മാത്രമേ. ആ പയ്യൻ വന്നില്ല. നമുക്ക് ഇപ്പൊ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പോയാണ്. സുധീഷ് ഒന്നും അവന്റെ മുമ്പിൽ ഒന്നുമല്ല. അതൊക്കെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ പറക്കൂല്ല, നിർത്തൂല. ഭയങ്കര പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കിരണേ, വി ആർ മിസ് യു. We miss you, we are miss you. We miss you. Okay. പിന്നെ വേറൊരു പയ്യനും കൂടെ ഉണ്ട്, അവനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു. അപ്പൊ നല്ല മഴക്കോളുണ്ട്, നല്ല മഴ കാണും മിക്കവാറും. മഴ കൊണ്ട് കുളിക്കാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ വിഷയം. മഴ പെട്ടെന്ന് കുളിച്ചോണ്ടെങ്കിൽ വെള്ളം കയറി വന്നാൽ തീർന്ന് എല്ലാം മറ്റേ സുഭാഷ് ആവും ലാസ്റ്റ്. ഒരു കുട്ടേട്ടം പോലും ഇല്ല രക്ഷപ്പെടുത്താൻ. ചെറിയ വെള്ളമുണ്ടെങ്കിൽ കുളിക്കാം, അല്ല നമ്മൾ ഓവർ ഡേഞ്ചർ ആയിട്ടുള്ള നമുക്ക് കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ജോയി നമുക്ക് കുറെ വാഗ്ദാനം തന്നിട്ടാണ് മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്തത്. നമ്മൾ ആനയെ കാണിച്ചു തരാം, പുലിയെ കാണിച്ചു തരാം, കുരങ്ങനെ കാണിച്ചു തരാം, എല്ലാരും കാണിച്ചു തരണം. കാണിച്ചു തരണം. ബാക്കിൽ ഒരു കുരങ്ങ ഇരിക്കും. ഇവ ഇപ്പോഴും 4ാം ക്ലാസ്സിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. കൊടയം പിടിച്ചോണ്ട് ഒരു കുരങ്ങ ഇവിടെ ഇരിക്കും. പുതിയ കോമഡികൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് പറയണം പ്ലീസ്. എത്ര അടിക്കും? 1200 രൂപ. 1200. ഓക്കെ, പെട്രോൾ കറക്റ്റ് അടിച്ചോണം. പോകുന്ന വഴിക്ക് വണ്ടി വഴിയിലാൻ പാടില്ല, മാക്സിമം അടിച്ചോണം. 49 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ ഇവിടെ 49 കിലോമീറ്റർ കാണിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ പോയാലും 50 കിലോമീറ്റർ ഉണ്ട്. പോയിട്ട് വരെ 100 കിലോമീറ്റർ. 100 കിലോമീറ്ററിന് എത്ര മൈലേജ് ഉണ്ട് വണ്ടിക്ക്? 15 10.2 കിട്ടുന്നുള്ളൂ. എന്താണെന്ന് അറിയില്ല. 10 കിലോമീറ്റർ മൈലേജാ? കമ്പനി പറയുന്നുണ്ട് 20 കിട്ടുമെന്ന്, പക്ഷെ 10 കിട്ടുന്നുള്ളൂ. സത്യം നഷ്ടമാണല്ലേ? ഭയങ്കര നഷ്ടം. പക്ഷെ ഇപ്പൊ 12 കിട്ടുന്നുണ്ട്. അല്ലല്ലോ, അതിനായിട്ട് 2 കിട്ടുന്നത്. എക്സ്ട്രാ അടിക്കണുണ്ടാക്കിയോ? എക്സ്ട്രാ അടിക്കണുണ്ട്. 10 നമ്മൾ എക്സ്ട്രാ കയറ്റിയില്ല, അതുകൊണ്ടാണ്. ചില കോമഡി ആണെന്ന് അറിയാം, തിരിച്ചാ. ഓക്കെ, നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. എത്ര അടിക്കണം? 1200. 1110 പെട്രോൾ അടിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം തിരുമല. ഹായ് പറയണ. ലൈഫ് അടിച്ചു പൊളിക്കണം കായ്സ് പറ. നമ്മൾ യൂട്യൂബ് ചാനലാണ്. ലൈഫ് അടിച്ചു പൊളിക്കണം കായ്സ് പറയോ? അത് വേണ്ടല്ലേ? ശരി, ഓക്കെ. ജോലി ഉണ്ട് പാ. ഇന്ന് ജോയരാജ് ഇന്ന് ഫേമസ് ആവും, നോക്കിയോ ഇന്നത്തോടെ ജോയരാജ്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും യൂട്യൂബ് ഇഷ്ടമാണ്. എല്ലാവർക്കും യൂട്യൂബ് ഇഷ്ടമാണല്ലോ, മനസ്സിലായ? ആര് ക്യാമറയ്ക്ക് തന്നാലും എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആവും. പിന്നെ ഞാൻ നേരെ നിന്റെ തലയിലോട്ട് വില പറഞ്ഞ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട്
എന്തിനാ കാര്യം പറ. ഇവിടെ ഒരാവശ്യമാണ്. ഇത് നിന്റെ മൂട്ടി തടവാനാ? വാങ്ങിച്ചോണ്ടല്ലേ. അപ്പൊ നമ്മള് കുണ്ടാങ്കടവ് പാലത്തിലുണ്ട്. ഇവിടെയാണ് ഷാന് വെയിറ്റ് ചെയ്യണത്. വെയിറ്റ് ചെയ്യണത് നിൽക്കണേ. അല്ല നമ്മളെ കൂട്ടുകാരന്മാരെ കണ്ട് എത്ര വർഷങ്ങളായല്ലേ. നൻപാ കമോൺ. ഷാനു ആള് മാറിപ്പോയില്ലേ. ഉള്ള ഏറ് ഉള്ളേ പോ. ഓക്കെ അപ്പൊ ഷാനു എത്തിയിട്ടുണ്ട്. ഷാനു ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. പറ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. ഷാനു വന്ന് ഇനി കട്ട ഫോമാണ് ഷാനുവും. അപ്പൊ ഇനി ഷാനു ജോയരാജ് തുടങ്ങി കഴിഞ്ഞാൽ അതിവിടെ സ്പോഞ്ച് ഇവിടെ പോയി. മറ്റേ മൈക്കിന്റെ സ്പോഞ്ച് പോയിട്ടാ. അപ്പൊ ഇനി ഷാനു ജോയരാജ് ഇനി തഗ് തുടങ്ങി നിർത്തൂല. ചിരിച്ച് ചാവും നമ്മൾ. ചിരിച്ചിരിച്ച് ഊപ്പാട് പോകും. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല. പോകാലോ. അപ്പൊ എല്ലാം ഓക്കെ ആയാലും പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഷാനു പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടൂരിലോട്ട്. കോട്ടൂരിൽ പോകുന്നു, കുളിക്കുന്നു, അടിച്ച് പൊളിക്കുന്നു. അടിച്ച് പൊളിന്ന് പറയാം. അവിടെ വെറും ബോറായിരിക്കും. അത് തന്നെ. എടാ ഒരു കാര്യം പറയാനുണ്ട്. ഗ്രൂപ്പിൽ ആരും ആക്റ്റീവ് അല്ല. ഞാൻ മാത്രം. ഞാനും സുമേഷ് ജോയ് മാത്രമാണ് ഹായ് ഗുഡ് മോർണിംഗ്. ബാക്കി വിപിന് പോലും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കണത്. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആണ് കേട്ടല്ലോ. ഷാനു പറഞ്ഞില്ല ഗ്രൂപ്പില്. എന്ത് പറ്റി? ഭയങ്കര ബിസിയാ. അതൊന്നും പറ്റൂല. ഗ്രൂപ്പിൽ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ പറ്റിയാണ് കേട്ടല്ലോ. അപ്പോൾ ഇനി ഗേൾസെ കൊണ്ട് അപ്പോൾ അവരൊന്നും ആഡ് ചെയ്തിട്ടില്ല ഗ്രൂപ്പിലൊന്നും. കാരണം സണ്ണിയിൽ നമ്മളോട് പഠിച്ചോടെ ഇതൊക്കെ ജോയരാജിന് ഡയലോഗ്സ് ആണ്. ഇത് എനിക്കൊരു ബന്ധമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന് കമന്റ് ഇട്ടാൽ മതി. എനിക്കുണ്ട് ആവശ്യമില്ല. ഓക്കെ അപ്പൊ സണ്ണിയിലാണ് വിളിക്കണം അല്ലേ? വിളിക്കും. നമ്മളെ വ്ളോഗ് റീച്ച് ആകുമ്പോൾ, നമ്മളെ ചാനൽ റീച്ച് ആകുമ്പോൾ അന്ന് സണ്ണി ലിയോണ ഗസ്റ്റായിട്ട് വിളിക്കും. അപ്പോൾ സണ്ണി ലിയോണ വിളിച്ചോണ്ട് നമ്മൾ ടൂർ പോകും. ഒരു 10 വർഷം കഴിഞ്ഞ അപ്പോഴത്തെ വയസ്സാവും അവർ. ഈ +2 കഴിഞ്ഞ് എന്ത് ചോദിക്കില്ല. അതൊക്കെ അതിനപ്പുറം എന്ത് പഠിച്ച് ഡിഗ്രി പഠിച്ചാൽ പാസ്സായ അതും ചോദിച്ചാൽ അതൊക്കെ പന്ന അസലിലെ വാക്കുകളാണ് അല്ലേ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കിയാൽ മതി അല്ല. ജോയ് എന്ത് പറയുന്നു? വർക്ക് ചെയ്ത് പറ. അല്ല എന്ത് എവിടെ വർക്ക് ചെയ്യുന്നത്? തോംസൺ ഫർണിച്ചറിൽ ഡ്രൈവർ വർക്ക് ചെയ്യണം. ഓക്കെ അപ്പം ഞാൻ ബ്ലോഗർ അറിയാലോ. സൊമാറ്റോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിനോട് വർക്ക് ചെയ്യണം. എൻ്റെ അനിയനൊരു പെയിന്റ് ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തച്ചോട്ട് പാർട്ണർഷിപ്പാണ്. പാർട്ണർഷിപ്പല്ല, അവൻ്റെ പേരിലാണ് കട. ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നു. അത്രയാണ്. ഞാനൊരു കമ്പനിയിൽ വിയു എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അത്രയാണ്. അതെ എല്ലാം കാട്ടല്ലോ. ഒരാൾ വിയുവിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ പെയിന്റിംഗ് ഷോപ്പിന് ഓണറാണ്. ചേട്ടൻ വന്നിട്ട് സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. പിന്നെ വേറെയും ഒരു വർക്കുണ്ട് കളക്ഷനായിട്ട് കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ അടിച്ച് പൊളിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മൾ എവിടെ വർക്ക് ചെയ്താലും വിഷയമില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് വിഷയം. അപ്പോൾ ഇനി എല്ലാ ഞായറാഴ്ച ട്രിപ്പ് പോകണം കേട്ടല്ലോ ജോയിരാജ. പിന്നെ എല്ലാ ഞായറാഴ്ച അടിച്ചു പൊളി കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാ ചെലവും ജോയരാജിന്റെ അല്ലേ. എല്ലാം എന്റെ ചെലവ്. പൈസ മാത്രം നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ സൂപ്പർ ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ലെവൽ എൻജോയ്മെന്റ് ആണ്. ഭയങ്കര ചിരി, ഒരു രക്ഷയില്ല. നിങ്ങൾ എങ്ങനെ അവിടെ നമ്മൾ ചിരിക്കുകയാണ് അവിടെ. ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ക്ലൈമറ്റ് സൂപ്പറാണ്. അപ്പോൾ എന്തായാലും കുളിക്കണം എന്തായാലും പോയി അല്ലേ. കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഓ നല്ല വളവ് കേട്ടാ. സൂക്ഷിച്ച് പോകണം. വണ്ടി സൂപ്പർ കേട്ടോ. എന്തൊരു സ്മൂത്ത് ആക്കണം. ഒപ്പം അടിച്ചേനെ. അപ്പോൾ എന്തായാലും മാക്സിമം സേഫായിട്ട് പതുക്കെ പോയാൽ മതി. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അന്തിയൂർ കോണം, കാട്ടാക്കട, നെയ്യാർ ഡാം. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴികളൊക്കെ അടിപൊളിയായിരിക്കണം. നല്ല വളവും തിരിവുകളും പിന്നെ നല്ല ക്ലൈമറ്റൊക്കെ സൂപ്പർ. പിന്നെ നല്ല പച്ചപ്പുണ്ട്. പിന്നെ എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒരു വലിയ വാൻ പിടിക്കണം. വാൻ പിടിച്ച് ഒരു 10-30 പേരായിട്ട് ഒന്നിച്ച് പോകണം. 30 പേരൊന്നും ഇല്ല, 25 പേര് കാണും മൊത്തത്തിൽ. അപ്പോൾ എല്ലാവരും പഴയ പോലെ അല്ല, ഓരോ സ്വഭാവമാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ നല്ലപോലെ ആക്റ്റീവായിട്ട് പറഞ്ഞവരുമായിട്ട് അല്ലാത്തവർ വേണ്ട, കുഴപ്പമില്ല. തൊള്ള ആക്സിഡൻറ്റ് ബൈക്ക് വീണ് ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ വളവിലിടിച്ചാണല്ലേ. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ് അത്യം ഇങ്ങനത്തെ കാര്യം കാണുമ്പോഴേ. എനിക്ക് ഭയങ്കര വിഷമം. ഇടയ്ക്കിടയ്ക്ക് ഇടിക്കാൻ തോന്നും. ആർക്കൊന്നും പറ്റില്ല, സേഫാണ്. വളവിൽ കയറിയപ്പോൾ ആ ബൈക്കാരൻ കയറി വന്നപ്പോൾ ഇടിച്ച് വീണ്. അത്ര വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ എന്ത് വാങ്ങിയാ ഫുഡ്? ബിരിയാണി വേണോ പൊറോട്ട വേണോ? മിക്സ് ചെയ്ത് വാങ്ങിക്കാം. അതിന് മിക്സ് ചെയ്ത് വാങ്ങിക്കാം. 3 ബിരിയാണി പൊറോട്ട വാങ്ങിക്കാം. 3 ബിരിയാണി പൊറോട്ട. പൊറോട്ട ഒരു കറിയും വാങ്ങിക്കാം. നിനക്ക് പൈസ ഇട്ട് തന്നാൽ മതിയാ. ഇപ്പോൾ ബിരിയാണി മതിയില്ല. ബിരിയാണി ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഓക്കെ 5 ബിരിയാണി, 5 ചിക്കൻ ബിരിയാണി. വേറെ ഒന്നും വേണ്ട. ഓക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഞാൻ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സൊമാറ്റോ വ്ളോഗല്ല, അത് ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വന്നിട്ട് ഇവിടെ കോട്ടൂരാണ്. ഇവിടെ കറക്റ്റ് ഒരു 39 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. അപ്പോൾ 5 ബിരിയാണി സൂപ്പർ. വച്ച് കഴിക്കാം വാഷായിട്ട്. വാ കമോൺ. 4 ബിരിയാണി ഞങ്ങൾക്ക്. ജോയ്ക്ക് മിൽസ് സദ്യ. നീ വെജ് കഴിച്ചാൽ മതി. ഡയറ്റാണ് നീ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ നമ്മൾ പഴയ പോലെ വണ്ടി കയറിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഓ
5 ബിരിയാണിക്ക് മൊത്തം 750 രൂപ ആയിട്ടുണ്ട്. ഒരു ബിരിയാണി 150 രൂപയാണ്. ഓക്കെ, സംഭവം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയാൻ, ഒരുപാട് കളിയും ചിരികളും തമാശകളും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകളൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ ചേരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരുപാട് ഫ്രീഡം കിട്ടിയ പോലെ ഒരു ഫീലാണ്. അങ്ങനെ ഒരു ഫീൽ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും. അതായത് പറയാൻ വാക്കുകളില്ല, ആ രീതിയിൽ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുള്ള കമ്പനിയല്ല ഇപ്പോഴത്തെ കമ്പനി എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഡീസൻ്റ് ആയിരുന്നു, ഇപ്പോൾ ഭയങ്കര കച്ചറയായിട്ട് അല്ലേ, ആ ലെവലായി. സംസാരങ്ങളൊക്കെ സൂപ്പർ. പക്ഷേ കൊള്ളാം, അടിപൊളി കോമഡി ആയിരുന്നു അല്ലടാ. കൂട്ടുകാരമായിട്ട് പോകണം എന്ന് പറഞ്ഞല്ലേ, ഫ്രീഡം ഉണ്ടല്ലേ ഒരുപാട് അല്ലേ. ഫാമിലി ആണ് എങ്ങനെയായിരിക്കും? ഒരുപാട് ഫീലാണ്. ഫാമിലി ആണെങ്കിൽ ഫീലാണ്, ഡീസന്റ്, ഒരു ഫീൽ, ഫണ്ണൊന്നും കാണൂല. ഇതാകുമ്പോഴേ കുഴപ്പമില്ല. നമ്മൾ ആദ്യം പോകുന്നത് നെയ്യാർ ഡാമാണ്. അവിടെ മാൻ പാർക്ക് എന്ന സ്ഥലമുണ്ട്, മാൻ പാർക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒരു കൂട്ടുകാരുണ്ട് ജോയരാജിൻ്റെ, അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ മാൻ പാർക്കിൽ ഇത് ഇറങ്ങിയിട്ട് അതിനുശേഷം കോട്ടൂർ പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കള്ളിക്കാട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത് എന്ന് ഞാൻ വിചാരിച്ച്. കറക്റ്റ് ലെഫ്റ്റ് തന്നെ. കോപ്പി റൈറ്റ് വീഴും. ഞാൻ നെയ്യാടാമെത്തി. നീ അവിടെ നില്ലേ, ഞാൻ മാൻ പാർക്കിലോട്ട് വരാടാ. അപ്പൊ മാൻ പാർക്കിൽ കാണാനൊന്നും ഇല്ലെന്നാണ് ആട്ടമാവൻ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യം ഉണ്ടാ? ശരി, പോയി നോക്കാം. ഇതെവിടെ പോണത്? കുത്ത് കാറ്റ് വായിക്കണ്. മാൻ പാർക്കാ, മാൻ ഹില്ലാണ്. എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മളെ കൂട്ടുകാരും എല്ലാവരും ബാംഗ്ലൂർ, കോഴിക്കോട്, ഹൈദരാബാദ്, ഒരുത്തമ്മ ട്രിവാൻഡ്രത്തില്ലടേ. എപ്പോൾ വിളിച്ചാലും ശരി ഞങ്ങൾ വന്നിട്ട് അവിടെ, ഞാൻ അവിടെ നിൽക്കണേ, കോഴിക്കോട് നിൽക്കണ്, ഒരുത്തൻ ഡൽഹിയിൽ നിൽക്കണ്, ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ പോകണം. ഞാൻ ബാംഗ്ലൂർ ഇരിക്കുന്നു. നമ്മൾ മുതൽ ട്രിവാൻഡ്രത്തിൽ. അപ്പൊ ഇതാണ് ജോയ് ഫ്രണ്ട്സ്, 2 പേര് കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണ്. ഹായ്, യൂട്യൂബ്. ഓക്കെ, അപ്പൊ നേരെ പോലെ വിഷയമൊന്നുമില്ലല്ലോ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലൊക്കേഷൻ, മാൻ പാർക്ക് അല്ലേ? ഇതന്നെ മാൻ പാർക്ക്. ഒരു മാനൊന്നും ഇല്ലല്ലോ. ക്രോക്കൽ റൈഡിങ്ങാ? ക്രോക്കൽ റൈഡിങ്, ക്രോക്കഡൈൽ കറക്റ്റായിട്ട് വാങ്ങിക്കാറുണ്ട്. സത്യം പറയില്ല, ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറച്ച് ജോളിയായിരിക്കണം, എല്ലാം മറന്നു. ഈ വ്ളോഗ് ഉള്ളതുകൊണ്ടേ എനിക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആകാൻ പറ്റില്ല അവരുടെ കൂടെ. എന്നാലും കുഴപ്പമില്ല, സൂപ്പറായിട്ട് നല്ല സംസാരിച്ച് എൻജോയ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കോമഡി, ഒരു രക്ഷ. ചിരിച്ച് ചത്ത് കേട്ടോ, സത്യം പറയില്ല, ചിരിച്ച് കുറേ ദിവസമായി നല്ല പോലെ. എന്താ എവിടെ പോയത്? നീയാ മാൻ പാർക്ക് പോണത്? ഇവിടെ ഒന്നും കാണാനില്ലേ? ഇപ്പൊ മാൻ പാർക്ക് എന്ന സ്ഥലത്തിരിക്കുകയാണ്. ഡിയർ റീഹാബിലിറ്റേഷൻ അല്ലേ? ശരി, എന്തൊക്കെയാണ് മാൻ പാർക്ക്? എത്ര ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യാർ വന്യജീവി സങ്കേതം, സംഗീതം, പുനരധിവാസ കേന്ദ്രം, വന്യജീവി സങ്കേതം. അപ്പൊ ഇതാണ് ഡിയർ റിഹാബിലിറ്റേഷൻ സെന്റർ നെയ്യാർ. ഇവിടെ കാണാനായിട്ട് വേറെ സംഭവമൊന്നുമില്ല, കുറെ മാനുണ്ട് അവിടെ. ആര്? രാജാ തള്ളല്ലേ? അവരെ പുറത്തിരുന്ന് കിടക്ക്. എത്ര പാനുണ്ട്? 10-30 പാനാണോ? മേലെ ഉണ്ടാകും, മേളിലോട്ടൊക്കെ കാണും, അങ്ങോട്ടൊക്കെ. ഫ്രൂട്ടി ഇത്രയും വാങ്ങിച്ച്, സ്നാക്സും ജ്യൂസ്, പിന്നെ വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട്. ബിസ്ക്കറ്റ്, ടൈഗർ ബിസ്ക്കറ്റ്, മിനറൽ വാട്ടർ. ഇപ്പം അടുത്തെന്തൊക്കെ ഉണ്ട്? 10 രൂപയുടെ 10ന്റെ ഫ്രൂട്ടിയാ, അതൊരു 5 വാങ്ങിച്ചിട്ടുണ്ട്. ഓ, എല്ലാം വാങ്ങിച്ചല്ലേ? കുടിച്ചിട്ട് തിന്നോ, തിന്നിട്ട് കുടിക്കണോ? തിന്നിട്ട് കുടിക്കാം. കള്ള ബ്രാൻഡിയാ? ലജ്ജാവക്കം. ജോയേജ് വെള്ളം അടിക്കില്ലടാ? അല്ലേ? അപ്പോ ഇതൊക്കെ ജോയുടെ കൂട്ടുകാരന്മാരാണ്. അവരങ്ങനെ വിളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. വാ തുറന്നാൽ ഇതേ വിളിക്കോളും. ഇപ്പോൾ ഒന്നും കാര്യമാക്കില്ല, അവർ ഫ്രണ്ട്സ് നമ്മൾ വിളിക്കുകയാണ്. ഞാൻ ബീപ്പ് ഇട്ടേക്കാം. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. അടി റിങ്സ് ആണ്, കുടി എന്ന് പറയണം. അപ്പോൾ നമ്മൾ കോട്ടൂർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം കോട്ടൂരിനെ. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണ്? സ്ഥലത്തിന്റെ പേര് എനിക്കൊന്ന് അറിഞ്ഞൂടാ. കാലടി സൗത്ത്. നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് അറിഞ്ഞൂടാ, ഇവന് അറിഞ്ഞൂടാ. നമ്മൾ ഫോളോ ചെയ്ത് പോയാണ് ആ പയ്യന്മാരെ. അവിടെ ചോദിക്കാം.
സംഭവം ലൊക്കേഷൻ പൊളി കേട്ടോ, അടിപൊളിയായിട്ട്. എന്റെ അമ്മ മുട്ടൻ കാട് ഇവിടെ ഒറ്റ മനുഷ്യനെ കാണാനില്ല. ഈ കാട് നിറച്ചും ഫോറസ്റ്റ് ആണ്. ഇത് പഴയ കോമഡിയാണ്, നല്ല ചിരിച്ചിരാം. 4ാം ക്ലാസ്സിൽ നിന്ന് ഒരു മാറ്റം വരാത്തത് ഓക്കെ, അപ്പൊ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. എവിടെ കുളിക്കേണ്ടത്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയണ്ട? പറ വ്ളോഗിനകത്ത് ഒന്നും പറയാനില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞില്ല കുറച്ച് മുമ്പ്. എന്തിനാണിക്കുന്നത്? എല്ലാം വരും. ഡ്രസ്സ് മാറാണ് ജോയ്രാജ്. പിന്നെ അവൻ അങ്ങനെയൊന്നുമില്ല, നാണമൊന്നുമില്ല. കുളിക്കാൻ പോവാ. എങ്ങോട്ട്? എവിടെ കുളിക്കാൻ പോട്ടെ? താഴെ ഇങ്ങനെ നടന്നു പോകണം അല്ലേ? നിക്കറൊക്കെ മാറ്റിയല്ലേ ഇപ്പം തന്നെ. ഒരാൾ സ്കൂട്ടറിൽ പോവുകയാണ്, ബാക്കിയുള്ള നടന്നു പോയാണ്. ലൊക്കേഷൻ പൊളി കണ്ടോ, നല്ല പോലെ ഫുൾ കാട്. തന്നെ ഇവിടെ ലെഫ്റ്റ് അല്ലേ, അങ്ങോട്ട് വഴി ഇല്ല കേട്ടാ. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ പേര് കോട്ടൂർ പാങ്കാവാണ്. ഇത് ടൂറിസം പൈസ അല്ല, നമ്മളെ പയ്യന്മാരായിട്ട് ചുമ്മാ ട്രിപ്പ് പോകണം അത്ര തന്നെ. ഇപ്പോൾ ജോയ്രാജിൻ്റെ കൂട്ടുകാരൻ്റെ വീട് അടുത്താണ്, പുള്ളിക്കാരൻ്റെ കെയർഓഫിലാണ് പോകുന്നത്. പേര് പറഞ്ഞ കൊള്ളായിരുന്നു. രതീഷ്. ഹായ് പറ വീഡിയോയിൽ. ലൈഫ് അടിച്ചു പൊളിക്കുന്ന കാഴ്ച പറ. ലൈഫ് അടിച്ചു പൊളിക്കുന്ന കാഴ്ച. നാണം, ഭയങ്കര നാണം. അതൊക്കെ ശരിയാ കുറച്ച് കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ ഓക്കെ, സൂപ്പറായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വിഷയമൊന്നുമില്ല. അവിടെയാണെന്ന് തോന്നുന്നു. വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ അല്ലേ. രാത്രി ഇങ്ങോട്ട് വന്നതായാലും ഫുൾ ഇരുട്ടായി അല്ലേ, ലൈറ്റ് ഇല്ല. അപ്പൊ ഷാവിന്റെ എങ്ങനെ ഫീൽ പറ? എങ്ങനെയാണ്? ഒരു ഗുഡ് ഫീലാണ്. സൂപ്പർ അല്ലേ? ഇങ്ങനെ പോകണ്ട ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ പോകണം. അടുത്ത ട്രിപ്പ് എടുപ്പം പറ. അടുത്ത ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. അടുത്ത ട്രിപ്പ് തെന്മല പോകാം. അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അടുത്ത ട്രിപ്പിൽ പോകാം അല്ലേ. സംഭവം മുട്ടൻ കോമഡിയാണ്, ഒരു രക്ഷ. തഗ്ഗെന്ന് പറഞ്ഞ് കൊടുക്കാത്ത തഗ്ഗാണ്. ഇതുപോലൊക്കെ ചേരും വേണമല്ലേ, ഭയങ്കര ചിരിയല്ലേ, രക്ഷയില്ല. അത് ഈ വൈബിൽ നിൽക്കും വരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ കോമഡി എല്ലാം തോന്നിപ്പോവും. സംഭവം ഇവിടെ മുട്ടൻ കോമഡിയാണ്, ചിലതൊന്നും വെളി പറയാൻ പറ്റില്ല. ആ ലെവലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തന്മാർ അല്ലേ. പിന്നെ അല്ലേ, പിന്നെ വൈഫ് വിളിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരെ വൈഫിനെ വിട്ടിട്ട് വന്നിരിക്കുന്നത്. വീട്ടിൽ ആപ്പടെ പ്രശ്നമാണ്, കാരണം വൈഫിനെ കൊണ്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞിരിക്കും ഞായറാഴ്ച. അപ്പോഴത്തേക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മളോട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ കയറാൻ പറ്റില്ല, ഉറപ്പാണ്, അടിയാണ്. അപ്പോൾ അടുത്ത വർഷം നമ്മുടെ ഷാവിൻ്റെ കല്യാണമാണ്. ഇപ്പോൾ ബാച്ചിലർ പാർട്ടിയെ കൊണ്ട് എന്ത് പറയുന്നു? കല്യാണമൊന്നും ആയിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണമൊക്കെ. ഉടനെ തന്നെ ആവും. അപ്പോൾ ചിലവുണ്ട് കേട്ടല്ലോ ബാച്ചിലർ പാർട്ടി. ഇവിടെയൊക്കെ ഫുള്ളി ഓഫ് റോഡാണ്. ബൈക്കിൽ വന്നാൽ സൂപ്പർ ഫീലാണ്. ബൈക്ക് പറഞ്ഞാൽ ഇവിടെ സൂപ്പറായി. പിന്നെ എന്ത് പറയാം, അപ്പോൾ ബിബിന്റെ ഭാര്യ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അടി ഉണ്ടാക്കല്. നമ്മൾ മീറ്റ് ചെയ്ത് കുറേ ദിവസങ്ങളായി, എത്ര വർഷങ്ങളായില്ലേ. അപ്പോൾ ഈ ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്യണം, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, സോറി. ഈ ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് വേണ്ടി വിട്ട് തരണം, ഈ ഒരു ഞായറാഴ്ച മാത്രം. പിന്നെ ബാക്കി എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പോകും. എല്ലാ ഞായറാഴ്ചയും പോകില്ല, എല്ലാ മാസവും ട്രിപ്പ് പോകണം. ഓക്കെ, വീട്ടിൽ വിടുമല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടിൽ പറയും കൂട്ടുകാരായിട്ട് ട്രിപ്പ് പോകണം, എന്നെ കൊണ്ട് പോകാന്ന് പറയും. പിന്നെ ഇപ്പൊ നമ്മളെ ജോലി വ്ളോഗ് ആയതുകൊണ്ട് കൊണ്ടുപോവാണ്. കൊടൈക്കനാൽ, ഊട്ടി, സൂപ്പർ അല്ലേ. പിന്നെ പറഞ്ഞു പോകണം അല്ലേ. അതായത് എല്ലാവരും ജോലി കഴിഞ്ഞ് ട്രിപ്പിന് പോകും, നമ്മളെ ജോലി ട്രിപ്പാണ്. വേറെ എൻജോയ്മെന്റ് ആയിരിക്കും. ലൈഫ് അടിച്ച് പൊളിക്കണം. ഇതാണ് ജോയുടെ സ്വിമ്മിങ് കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? എല്ലാവരും ഫാമിൽ നിൽക്കുകയാണ്. മെന്റൽ ഹെൽത്തിനൊക്കെ നല്ലതാണ്.